നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട, എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ലക്ഷദ്വീപിൽ നിന്നാണ്. കവരത്തിയിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ ആഴക്കടലും കോറൽസും പവിഴപ്പുറ്റും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് മീനുകളുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് മീനുകളൊക്കെ കാണാൻ പറ്റിയത്. ഇനിയും ഒരുപാട് ആഴക്കടലിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് വേണം. അപ്പോൾ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് തിയററ്റിക്കലായാലും പ്രാക്ടിക്കലായാലും അവർ ഗൈഡുകൾ തന്നിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ബോട്ടിലാക്കിയിട്ട് ആഴക്കടലിലേക്ക് കൊണ്ടുപോയിരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആഴത്തിലുള്ള ആഴക്കടലിനെയും അതിലുള്ള മീനുകളെയും കോറൽസിനെയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് 2000 രൂപയാണ് പെർ ഹെഡ് അവർ ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ അത് നമുക്കൊരു നഷ്ടമായിട്ട് തോന്നിയിരുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ. അപ്പോൾ എല്ലാ കോറൽസിനെയും നമുക്ക് തൊട്ട് നോക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. പ്രത്യേകമായിട്ടുള്ള ചില കോറൽസിന് വിഷമുണ്ട്. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അവർ കാണിച്ചു തരുന്നതൊക്കെ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴായിരുന്നു ടൈം അപ്പ് ആവുന്നത്. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓക്കെ ആണോ എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നു. തംസപ്പ് കാണിച്ചിട്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിരുന്നു. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം വളരെ ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കാണാനോ അല്ലെങ്കിൽ ഒരുപാട് ആഴക്കടലിലേക്ക് പോകാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഒരുപാട് കോറൽസിനെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഓൺ ദ വേ ആഴക്കടലിലേക്ക് പോണ വഴിയിൽ കടലാമകളും അതേപോലെ തന്നെ കടൽ വെള്ളരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ അറിവുകളൊക്കെ തന്നെ ആയിരുന്നു. അവർ വീണ്ടും വീണ്ടും പല കാര്യങ്ങളും നമുക്ക് ആ ഗൈഡ്സ് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബൈ.